ഗൈസ് നമ്മളിന്ന് നിങ്ങൾ ടൈറ്റിലും തമ്മിലും കണ്ട പോലെ തന്നെ നമ്മളിന്ന് ബിയർ റാങ്കിലുണ്ടല്ലോ സോളോ സോളോ തന്നെയാണ് നമ്മളിന്ന് കളിക്കാൻ പോണത്. റാങ്കഡ് ആണ്. നമ്മൾ ഫസ്റ്റ് തന്നെ പീക്കിലാണ് ചെന്ന് ഇറങ്ങണത്. കുറേ ഉണ്ട്. അപ്പോൾ നമുക്ക് എടുക്കാൻ പറ്റും നോക്കാം, മാച്ച് എടുക്കാനായിട്ട് നോക്കി വെക്കാം. അപ്പോൾ നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണാൻ സബ്സ്ക്രൈബ് ചെയ്യട്ടോ. അപ്പം ഇനി എല്ലാവരും വീഡിയോക്ക് ലൈക്ക് അടിച്ചോ. 300 likes ആണ് ടാർഗറ്റ്. തോന്നുന്നില്ല, എന്തായാലും നിങ്ങൾ ലൈക്ക് അടിച്ച് പവർ ആക്ക്. നമ്മളെ തൊട്ട പിന്നിൽ തന്നെ ഏതോ നായും കൂടി ഇറങ്ങുന്നുണ്ട്. ഞാൻ വിട്ടു കൊടുക്കില്ല, ഞാൻ തന്നെ ഫസ്റ്റ് ഗണ്ണ് ഓൻ്റെ കയ്യിൽ ഗണ്ണ് കിട്ടിയിരിക്കണ്. നമ്മളെന്തായാലും മാഗ് എടുത്തോന്നെ കുത്തിപ്പിടിച്ചാണ്ട് എടുത്തിട്ടുണ്ട്. ഫസ്റ്റ് കില്ല് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരുത്തനും കൂടി ഉണ്ട് ഇവിടെ. ഓക്കെ, അവനെ നമുക്ക് കണ്ട് കുത്തിപ്പിടിച്ച് ഈ ചെക്ക സാൻഡിനോട്ട് മേലേക്ക് പോയടാ. ഇതാണ് ഈ സാൻഡിനോടെ പ്രശ്നം. ഇവിടെ നമുക്ക് അടിക്കാണ്ട് നോക്കാം. ഈ മതിൽ കാരണം പറ്റിയില്ല. നമുക്ക് എന്തായാലും അവനെ എടുക്കോനെ എന്തായാലും എടുക്കും. അതിൻ്റെ മേലെ നിന്ന് എൻ്റെ കയ്യിൽ കിട്ടാണ്ടിരിക്കില്ല. നമുക്ക് എന്തായാലും ബാക്കി എനിമീസിനെ അടിക്കാനായിട്ട് നോക്കാം. ഓക്കെ, ഒരുത്തൻ അവിടെ പറന്നൊക്കെ ഇറങ്ങുന്നുണ്ട്. എന്തായാലും ഇങ്ങോട്ട് തന്നെ വരും. നമുക്ക് എന്തായാലും അവനെ എടുക്കാം. നമുക്ക് അത് ഈ ലൂട്ടൊന്നും എടുക്കട്ടെ. മര്യാദക്ക് ലൂട്ട് എടുക്കാൻ പറ്റിയില്ല നേരത്തെ. ആ പന്നി മേലെ നിന്ന് അടിച്ചോണ്ടേ. ഓക്കെ, എന്തായാലും ഇവിടുന്ന് അത്യാവശ്യം ലൂട്ട് എടുത്തിട്ടുണ്ട്. M4A1 ഗൈസ് നിങ്ങളുടെ ഫേവറേറ്റ് ഗണ്ണ് ഏതാണെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്ക്. പറഞ്ഞില്ല ഗൈസ്, ഓൻ എൻ്റെ കൈമ തന്നെ കിട്ടും. ഓനെ ഹെഡ് അടിച്ചിട്ട് M4A1 എടുത്തിട്ട് ഹെഡ് ഷൂട്ട് അടിച്ച് വിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് അടുത്ത ചെങ്ങാനിഞ്ഞ് തപ്പി നടക്കാം. ഇവിടെ കോയിനൊക്കെ നമുക്ക് മാക്സിമം കളക്ട് ചെയ്യാം കേട്ടോ. ഇവിടെ ഇനിയിപ്പോൾ വേറെ എനിമീസിനൊന്നും കാണാം. ഒരുത്തത മണ്ടിന് ഇവൻ മറ്റേ പാരച്യൂട്ട് ഇറങ്ങിയിട്ടുള്ളതാണ് തോന്നുന്നു. നമുക്ക് എന്തായാലും ഇവനെ എടുക്കാം. ഞാൻ പറഞ്ഞല്ലോ ഗൈസ്, ഇവിടെ ഇറങ്ങിയവരെല്ലാത്തിനും ഞാൻ എടുക്കും. എടുക്കാണ്ട് വിടൂല. നമ്മൾ മാഗ് എടുത്ത് അവനെ കുത്തിപ്പിടിച്ചാണ്ട് വിട്ടിട്ടുണ്ട്. എൻ്റെ അടുത്തേക്ക് അധികം പോവായിരുന്ന ഭാഗ്യം. ഡബിൾ വാക്ടറാണ് അവൻ്റെ കയ്യിലുണ്ടായിരുന്നത്. അതൊക്കെ എന്തായാലും ഭാഗ്യം. അവനെ എന്തായാലും നമ്മൾ കില്ല് ഫിനിഷ് ആക്കിയിട്ടുണ്ട്. ഇവിടെ കുറേ എനിമിനെ കാണിക്കുന്നുണ്ട്. പക്ഷെ ഇവന്മാരൊക്കെ മേലെ കുത്തിപ്പിടിച്ചിരിക്കണേ. ഒന്നും അടിയിലേക്ക് ഇറങ്ങൂല. ഒക്കെ പൊട്ടന്മാർ മേലെ. കേസ് നിങ്ങൾ പീക്കിൽ കളിക്കുമ്പോൾ മേലെയാണ് ഇറങ്ങുക അടിയിലാണ് ഇറങ്ങുക നിങ്ങൾ പറയട്ടെ. മേലെ ഇറങ്ങണവരൊക്കെ പൊട്ടന്മാരാണ് കേസ്. അടിയിൽ ഇറങ്ങണവർ മൊത്തം പ്രോ പ്ലേയേഴ്സ് കണ്ട. എന്നെപ്പോലെ പ്രോ പ്ലേയേഴ്സാണ്. നമുക്ക് ഇവിടുന്ന് മാക്സിമം ലൂട്ടൊക്കെ കളക്ട് ചെയ്യാം. വല്ലാണ്ട് ലൂട്ടൊന്നും ഇല്ല, എന്നാലും നമ്മൾ നോക്കി നോക്കാം. നമുക്ക് പറ്റിയ സാധനങ്ങൾ കിട്ടുമോ നോക്കാം. ഒരു പൊട്ടം കണ്ട് വരുന്നുണ്ട്. പക്ഷെ അവനെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല ഗെയിം പ്ലേയിൽ. ഞാൻ വോയിസ് കാർ കൊടുക്കുമ്പോഴാണ് അവനെ കണ്ടിട്ടുള്ളത്. അവിടുന്ന് ഒരുത്തന്നെ ഞാൻ കില്ലെടുത്തിട്ടുണ്ട്. ഈ വരുന്നവന് ഇത്തിരി സീനാണ്. നമ്മളെന്തായാലും കളി കണ്ടു നോക്കും. അവനെ നമ്മളെന്തായാലും എടുത്തിട്ടുണ്ട്. എനിക്കറിയണ്ടായിരുന്നില്ല അവൻ നല്ല ഡാമേജ് വരുന്നുണ്ട്. അവൻ്റെ കയ്യിൽ ഏത് കണ്ണാണാവോ. എന്തായാലും ഞാനത്ര കൊടുത്തിട്ടുണ്ടാവില്ല. മാഗായിട്ട് ഞെക്കി പിടിച്ചിട്ടുണ്ട്. പക്ഷെ അവൻ ചത്തിട്ടില്ലടേ. എത്ര അടി കൊടുക്കണം, അവൻ ചാവുന്നില്ല. ചുറ്റിനും ഗ്ലുവാളിട്ട് അവൻ അതിൻ്റെ ഉള്ളിൽ വിട്ട്. എൻ്റെ കയ്യിലാണെന്നിട്ട് ബോംബ് ഇതൊന്നും ഇല്ല. നമ്മളെന്തായാലും അവിടെ ലാൻഡ് മൈൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പൊട്ടത്തരം കാണിച്ചാൽ ലാൻഡ് മൈനിൽ ഞാൻ തന്നെ എൻ്റെ കാരണം തന്നെ പൊട്ടി. എന്തായാലും അവൻ പുറത്തിറങ്ങട്ടെ. നമുക്ക് എന്തായാലും വരെ വെയിറ്റ് ആക്കാം. ഈ സാധനം എടുത്ത് വിട്ടിട്ടുണ്ട്. എന്തോ സാധനം ട്രോനി. എന്തായാലും അവനെ നമ്മൾ എടുത്തിട്ടുണ്ട് ഇവിടുന്ന്. അവനെ നമ്മൾ 5 കില്ലും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊരു ബിയറിൽ എത്ര കില്ല് എടുക്കുന്നതും കാര്യങ്ങളൊക്കെ ജസ്റ്റ് കമൻറ്റ് ഇട്ടേക്ക്. എന്തായാലും നമ്മൾ 5 കില്ല് പീക്കിന്നും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി എനിമീസ് വരുമോയെന്ന് നമുക്ക് നോക്കി നോക്കാം. എന്തായാലും ടോക്കൺ അല്ല, ഈ വെൻഡിങ് മെഷീൻ എന്തെങ്കിലും വാങ്ങിക്കാനൊക്കെ വരുമല്ലോ. നമുക്ക് ലൂട്ട് ബോക്സ് ഒക്കെ ഒന്ന് തപ്പി നോക്കാം. അപ്പോൾ ഇതിനാരിലൊക്കെ വന്നാൽ അവിടുത്തെ എനിമീസൊക്കെ എന്താ ഫിനിഷ് ആയോ ഒന്നിനെ കാണാമല്ലോ. ഞാൻ ഇറങ്ങണ സമയത്ത് ഒരു കല്യാണത്തിനുള്ള ആൾക്കാരുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു സദ്യക്ക് വിളിക്കാനുള്ള ആൾക്കാരും കൂടി ഇല്ല. നമ്മൾ എന്താ 5 കില്ലും കാര്യങ്ങളൊക്കെ പീക്കിന്ന് എടുത്തിട്ടുണ്ടായിരുന്നല്ലോ. നിങ്ങൾ പറഞ്ഞ പോലെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലോ. ഇപ്പം തന്നെ വീഡിയോക്ക് ലൈക്ക് അടിച്ചോ. 300 ലൈക്ക് നിങ്ങൾക്ക് പറ്റുകയാണെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് ആക്കി താഴെ ഗൈസ്. എന്താണ് ഇങ്ങനെ. അപ്പോൾ നമുക്ക് നോക്കി വെക്കാം. ഇവിടെ ഒന്നിനെയും കാണാമല്ലോ. ഓരോരുത്തൻ ഫയർ ചെയ്യുന്നുണ്ട്. മാപ്പിൽ കാണുന്നുണ്ട്. നമുക്ക് എന്തായാലും അവൻ്റെ അടുത്തേക്ക് പോകാൻ പറ്റും നോക്കി വെക്കാം. നമ്മളിവിടുന്ന് ഫ്രൈ ബാനൊക്കെ ഇട്ട് അടിച്ചു നോക്കുന്നുണ്ട്. പക്ഷെ ആരും വരുന്നൊന്നുമില്ല. ഇവിടെ ഫൈറ്റിങ് ഓൾറെഡി നടന്നിട്ടുണ്ട് തോന്നുന്നു. നമ്മൾ 3 ലൂട്ട് ബോക്സും കണ്ണലൊക്കെ എടുക്കുന്നുണ്ട്. ഇവന്മാർ ഫൈറ്റ് ആക്കണ ഞാൻ കണ്ടില്ല. അല്ലെങ്കിൽ ഏതെല്ലാം വന്നിട്ട് ഞാൻ കുമ്മിയായിരുന്നു. അറിയണല്ലേ ഗൈസ്. അങ്ങനെ നോക്കി വെക്കാം. ഇവിടെ എനിമീസ് ഒന്നുമില്ല. റൂഫിൻ്റെ മേലെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. നമുക്ക് റൂഫിൻ്റെ മേലെ കയറപ്പോൾ ഒന്നുമില്ല. എന്തെങ്കിലും കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങോട്ട് കയറിയിട്ട് അവന്മാരെ കൂടി ഫിനിഷ് ആക്കും. ഇതൊരു ഒരുത്തതാ സാധനം വെച്ചാണ്ട് പറഞ്ഞു തോന്നുന്നു. പക്ഷെ അവൻ അടിക്കാൻ പറ്റുന്നില്ല കേസ്. അവനെ എയിം കിട്ടുന്നില്ല. അങ്ങനെ നോക്കി വെക്കാം. അവനെ വീണ്ടും കിട്ടുന്നൊന്നുമില്ല കേസ്. അവനെ രക്ഷയില്ല. നമുക്ക് ഇവിടെ നല്ല അടി കിട്ടുന്നുണ്ട്. നമുക്ക് അതിൽ കവർ എടുത്തിട്ട് അവന്മാരെ ഫിനിഷ് ആക്കിയിട്ട് വിടുന്നാണ്ട് പോവാം. ആ റൂഫിൽ നിൽക്കണവന്മാരുണ്ടല്ലോ, അവന്മാരെ എനിക്ക് ഫിനിഷ് ആക്കാൻ പറ്റിയില്ല. അവന്മാരൊക്കെ നല്ല ഡാമേജ് ഇട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ മെല്ലനെ വലിഞ്ഞ്. നമുക്ക് ഇനി അവന്മാരെ വേണ്ട. നമുക്ക് വേറെ വല്ല സോളോ ഡയർ എടുത്തിട്ട് നോക്കി വെക്കാം. ഇവിടെ ലൂട്ടൊക്കെ ഉണ്ടോ. ഞാൻ ജസ്റ്റ് ചെറുതായിട്ട് നമ്മളെ M4A1 മാറ്റി പരാഫിൽ എടുത്തിട്ടുണ്ട് ഗൈസ്. പരാഫിലാണ് എനിക്ക് പറ്റിയ നല്ലൊരു ഗണ്ണ്. നമുക്ക് ലൂട്ടൊക്കെ നോക്കി വെക്കാം. ഇവിടെ സൈലൻസറൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഉപകാരമാവും. നമുക്ക് നോക്കി വെക്കാം. ഇവിടെ ഒന്നുമില്ല ഗൈസ്. നമുക്ക് എന്തായാലും വെൻഡിങ് മെഷീനിൽ പോയിട്ടുണ്ടല്ലേ, നമുക്ക് മറ്റേ സോളോ ഡയർ എടുത്ത് നോക്കാം. ഇവിടെ വേറെ ഒന്നുമില്ല. കാര്യമായിട്ടൊന്നും ലൂട്ടൊന്നും ഇല്ല. പീക്കിൽ ലൂട്ടൊന്നും ഇല്ലടേ. കില്ലെടുക്കാൻ വേണ്ടി ഇറങ്ങുന്ന എല്ലാവരും. നമ്മളെന്തായാലും ഫ്രീ ആയിട്ട് കൊടുക്കുന്ന എല്ലാ സാധനങ്ങളും വെൻഡിങ് മെഷീൻ എടുത്തിട്ട് നമ്മളൊരു സോളോ ഡയറും കാര്യങ്ങളൊക്കെ എടുക്കാനാണ്. ഓക്കെ, നമ്മളൊരു സോളോ ഡയറൊക്കെ എടുത്തിട്ടുണ്ട്. നമുക്ക് അവനെ തപ്പി അങ്ങോട്ട് പോവുക ഗൈസ്. ഓൻ്റെയൊക്കെ നടി അയച്ച് ഞാൻ ചാവുമെന്നൊന്നും അറിയില്ല. നമുക്ക് നോക്കി വെക്കാം. ഓനെ എൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. എൻ്റെ അടുത്ത് തന്നെ ഉണ്ട് കേട്ടോ. നമുക്ക് എന്തായാലും അവനെ അടിക്കാണ്ടൊന്ന് നോക്കി വെക്കാം. നിങ്ങൾ ലൈക്ക് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ അവനെ കിഡിലായിട്ട് നമുക്ക് പോയി എടുക്കുക ഗൈസ്. നമുക്ക് നോക്കി വെക്കാം. ലൈക്ക് അടിക്കുക ഗൈസ്. എല്ലാവരും ലൈക്ക് അടിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമുക്ക് നോക്കി വെക്കാം.
ഓൻ എവിടെയാണ് നിൽക്കുന്നത്? ഓനെ കാണുന്നില്ലല്ലോ. ഓൻ അവിടെയാണ് മാപ്പിൽ കാണിക്കുന്നുണ്ട്, പക്ഷെ അവിടെ കാണിക്കുന്നില്ല. അടുത്തെത്തി ഞാൻ ഓൻ്റെ അടുത്തെത്തിക്കണം. ഓനെ എവിടെ കാണാനില്ല. എന്നാലും നോക്കി വെക്കാം. ഓനെ കാണാനില്ല എന്നും പറഞ്ഞിട്ട് പോകുമ്പോഴാണ് ഗൈസ് ഫ്രണ്ടിൽ നിന്ന് നല്ല അടി കിട്ടിയത്. ഇത് വേറെ ആരും അല്ല, അത് അജ്ജാൽ തന്നെയാണ്. നമുക്ക് എന്തായാലും ഓനെ അടിക്കാനായിട്ട് നോക്കി വെക്കാം. ഞാൻ നല്ല ഡാം കൊടുത്തിട്ടുണ്ട്, പക്ഷെ ഓന് ഗ്ലൂ ഇട്ട് ഗൈസ്. ഇത് ഈ മറ്റേ സാധനമൊക്കെ എടുത്ത് എറിയുന്നത് എന്താണ്? ആ ചെറിയ സാധനം ഉണ്ടല്ലേ ഗ്ലൂ ഒക്കെ പൊട്ടിക്കണേ. എന്തായാലും ജസ്റ്റ് അപ്പുറത്തുനിന്ന് ഇങ്ങോട്ട് മാറിയിട്ടുണ്ട്. ഓനെ എങ്ങനെയെങ്കിലും എടുക്കാനായിട്ട് നോക്കിയൊക്കെ ഗൈസ്. നോക്കിയൊക്കെ നിങ്ങൾ നോക്കിയൊക്കെ ഗൈസ്. നമുക്ക് എന്തായാലും നമുക്ക് ഈ ഒരു ഗ്ലൂ മെൽറ്ററി ഈ സാധനം ഉണ്ടല്ലോ അതെടുത്ത് എറിഞ്ഞ് നോക്കാം. അവനെ ഗ്ലൂ ആളുണ്ട് പൊട്ടട്ടെ. ഓക്കെ, ഓനത്ര അവിടുന്ന് എണിച്ച് മണ്ടുന്നു. ഇവൻ എന്താ ചെയ്യണ്ടേ? അവൻ്റെയൊക്കെ ഒരു ഗ്ലൂ ഉള്ള തോന്നുന്നു കേട്ടോ. അതുകൊണ്ട് ഫൈറ്റിങ്ങിന് നിൽക്കാത്ത തോന്നുന്നു. ഓനവിടെ മോൺസ്റ്റർ ട്രക്കൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ. നമുക്ക് നോക്കി വെക്കാം. ഓനെ മാക്സിമം ഞാൻ കില്ലെടുക്കാനായിട്ട് നോക്കി വെക്കാം. നിങ്ങൾ ലേക്ക് അടി കേസ്. അതാണ് നമ്മളൊരു പവർ കേസ്. നോക്കി വെക്കാം. നമ്മളിവിടെ കുറേ നേരമായിട്ട് ഇരിക്കുന്നു. ഓൻ ഇങ്ങോട്ട് റഷാക്കുന്നില്ല, നമ്മൾ അങ്ങോട്ട് റഷാക്കുന്നില്ല. ഞാൻ എന്തായാലും അവൻ്റെ അടുത്തേക്ക് റഷാക്കാൻ തീരുമാനിച്ചു. അപ്പോഴാണ് ഇത് വരില്ലാത്തത് അജ്ജാൽ ഇപ്പോൾ വണ്ടി എടുത്ത് ഇറങ്ങിയിരിക്കുന്നത്. നമ്മൾ തിരിച്ച് നമ്മളെ സ്ഥലത്ത് തന്നെ പോയിരുന്നു. സംഭവം ഓനും ഗ്ലൂവിൻ്റെ ഉള്ളിൽ കൂടെ വന്ന് ഇടിച്ചിട്ടുണ്ടല്ലേ. ഇനിയിപ്പോൾ അത് മതിച്ചാവാൻ. അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് ഇതുപോലത്തെ എന്തെങ്കിലും ചലഞ്ചൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ഇട്ടോ. നമ്മളെന്തെങ്കിലും പറ്റുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ അക്സെപ്റ്റ് ചെയ്ത് വീഡിയോ ഒക്കെ ഇടുന്നതായിരിക്കും. നമ്മളെന്തായാലും അവൻ്റെ അടുത്തേക്ക് റഷാക്കുന്നുണ്ട്. അവിടെ കാറി വന്നവനോ ഓൾറെഡി പടാക്കിയിരിക്കുന്നത്. ഇവിടുന്ന് എന്താ ഉണ്ടായിച്ചാൽ എൻ്റെ ഫോൺ അവിടെ ചെക്കായി ഗൈസ്. ഫയർ ബട്ടൺ ചെക്കായി, അതാണ് ഉണ്ടായി. അല്ലെങ്കിൽ ഓനെ എടുത്തായിരുന്നു ഗൈസ്. കയ്യിൽ മാഗായിരുന്നല്ലോ. ഞങ്ങൾ കളിക്കാൻ പറ്റണ്ടെന്ന് പറയാച്ചാൽ അങ്ങനെ പറഞ്ഞ സീനൊന്നുമില്ല. ഞാനിത് ഫുൾ റെക്കോർഡല്ല ചെയ്തത്. ഞാൻ നമ്മുടെ ഫ്രീ ഫയറിലുള്ള റെക്കോർഡ് തന്നെയാണ്. അതുകൊണ്ട് പറ്റില്ല കേസ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ചലഞ്ചൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് പറ്റുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാം. ഈ പന്നിയാണ് കേസിൻ്റെ കൊന്നത്. നമുക്ക് പ്ലാറ്റിനം 52+ കിട്ടിയിട്ട് നിങ്ങൾ ഏത് റാങ്കാണെന്ന് ജസ്റ്റ് പറയാം. നമ്മളിപ്പോഴാണ് കേട്ടോ BR റാങ്കൊക്കെ പുഷാക്കൽ തുടങ്ങിയത്. നമ്മൾ 5 കില്ല് എടുക്കാൻ പറ്റുള്ളൂ കേസ്. ഞാൻ മാക്സിമം പോയി അടിക്കണം എന്നൊക്കെ വിചാരിച്ചായിരുന്നു, പറ്റിയില്ല. നിങ്ങളെന്തായാലും ഇതേപോലത്തെ ചലഞ്ചുകളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ഇട്ടിട്ട് നമുക്ക് പറ്റുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ അക്സെപ്റ്റാക്കി നമ്മൾ വീഡിയോ ആയിട്ട് ഇടുന്നതായിരിക്കും. എല്ലാവരും മാക്സിമം ചലഞ്ചുകളൊക്കെ ഇട്ട് നമ്മൾ ഇപ്പം ഞാൻ ലൈക്ക് അടിക്കട്ടെ, പറഞ്ഞ ഓർമ്മ ലൈക്ക് അടിച്ച് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്ക്. ഓ ഗൈസ്, നമുക്ക് എന്തായാലും അച്ചീവ്മെൻ്റ് ഒക്കെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. നമുക്ക് നോക്കി വെക്കാം. എന്തോ അച്ചീവ്മെൻ്റ് ആണ് എന്ന് നോക്കി വെക്കാം. ഇത് മറ്റേ ടൈറ്റിലല്ലേ, മറ്റേ ഇതിലൊക്കെ ഇടണ്ടേ എന്തോ ഒരു സാധനത്തിൻ്റെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഞാൻ എന്തായാലും വായിച്ച് കൊള്ളാക്കുന്നൊന്നുമില്ല ഗൈസ്. നിങ്ങൾ അച്ചീവ്മെൻ്റ് ഒക്കെ കംപ്ലീറ്റ് ആയി ജസ്റ്റ് കമൻറ്റ് ചെയ്തിട്ട്. നമ്മൾ 5000 പോയിൻ്റ് ആയിട്ടുള്ളൂ. നമുക്ക് ഇനിയും അച്ചീവ്മെൻ്റ് ഒക്കെ കംപ്ലീറ്റ് ആക്കണം. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ ഗൈസ്.